പല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുപോലെ രോഗിയുടെ അസുഖത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള നിരക്ക് അല്ലെങ്കിൽ സർവൈവൽ റേറ്റ് അതിനെ ഉയർത്തുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാൻസറാണ് സ്ഥാനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർജറി. സർജറി ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസർ കോശങ്ങളും അതിന് ചുറ്റുമുള്ള നോർമൽ കോശങ്ങളും എടുക്കുന്നത് മുഖേന തിരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതകളും പൂർണ്ണമായും 4-5 സെന്റിമീറ്റർ, പലപ്പോഴും 4-5 സെന്റിമീറ്ററോ അതിലധികമോ ഉള്ള സൈസുള്ള പൂർണ്ണമായ ട്യൂമർ റിമൂവൽ അല്ലെങ്കിൽ ക്യാൻസറിനെ ഒഴിവാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാൻസർ സർജറി. അതുപോലെ തന്നെ രണ്ടാമതൊരു മെത്തേഡാണ് കീമോതെറാപ്പി. നമുക്ക് ഏവർക്കും മുടി കൊഴിയുമെന്ന പേടിയുടെ ആശങ്കയാൽ മരുന്നെടുക്കാൻ മടിച്ചിരിക്കുന്ന ഒന്നുകൂടെയാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉൾപ്പെട്ട ശരീരഭാഗത്തിൽ നിന്നും രക്തത്തിലൂടെയോ ലിംഫിലൂടെയോ മറ്റു ശരീരഭാഗങ്ങളിൽ പടരുന്ന ചെറിയ ചെറിയ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചു കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കീമോതെറാപ്പി. മൂന്നാമത് നമുക്കറിയേണ്ടത് റേഡിയോതെറാപ്പിയാണ്. റേഡിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നു. ഇത് സാധാരണയായി ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്തിലും അതിനോട് ബന്ധപ്പെട്ടുള്ള കക്ഷങ്ങളിലും ആവശ്യമെങ്കിൽ കൊടുക്കുന്നതാണ് ഇതിനുള്ള രീതി. ഇത് നമ്മുടെ നഗ്നനേത്രങ്ങളാൽ കാണാവുന്നതിലും ചെറിയ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് നശിപ്പിച്ചു കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ്. അതുപോലെ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഹോർമോണുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നതിനാൽ ഒട്ടുമിക്ക രോഗികളിലും ക്യാൻസറിന് ശേഷം ഹോർമോൺ ഗുളികൾ 5-10 വർഷം നൽകുന്നത് ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്തും ഓപ്പോസിറ്റ് ഭാഗത്തും തിരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതയെ ഒരു പരിധിയിലധികം കൺട്രോൾ ചെയ്യുന്നു. ഇതിലുപരി ഇന്നത്തെ നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനിതകമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ടെസ്റ്റുകളിൽ നിന്നും ഉണ്ടാക്കിയ മരുന്നുകളായ ഹോർമോൺ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയും നൽകുന്നതിനാൽ തിരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. എല്ലാ ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ് പോലെ സർജറിയിലും വളരെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പറേഷനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ രോഗിക്ക് നല്ല രീതിയിലുള്ള വേദന കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ സ്ഥാനാർബുദത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ നെഞ്ചിലുള്ള 2 മസിലുകളാണ് പെക്ടോറലിസ് മേജർ മൈനർ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ അനസ്തീഷ്യ മരുന്നുകൾ കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലുണ്ട് ഒരു മസിൽ, അതിനോടും നമ്മൾ നല്ല രീതിയിൽ മരുന്നുകൾ കൊടുക്കും. ഇത് മുഖേന ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് ഏകദേശം 24 മണിക്കൂർ നമ്മൾ ആക്ഷൻ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടാവുന്ന പേഷ്യൻറ്റിന് രോഗിക്ക് ഉണ്ടാവുന്ന പേടി അതുപോലെ ഉണ്ടാവുന്ന വേദന ഇത് രണ്ടും അവരെ ശരീരത്തിൽ മൊത്തം ബാലൻസിനെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തുടർന്നുള്ള ധൈര്യത്തിനെ കുറയ്ക്കും. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഇത് മുഖേന നമ്മൾ 3 നേരം 4 നേരമൊക്കെ ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരുന്നതിന് പകരം നമുക്ക് അത് മൊത്തം ഒഴിവാക്കാനും ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഈവൻ ടാബ്ലറ്റുകൾ കൊണ്ട് തന്നെ ബാക്കിയുള്ള വേദനനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്യും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് നമ്മൾ ഓപ്പറേഷന് മുന്നേ വേദനൻ്റെ ചെറിയ പാച്ചുകളുണ്ട് മരുന്നുകൾ, അത് കൊടുക്കുന്നത് മുഖേന നമുക്ക് വേദന കുറയാനും പിന്നെ പേഷ്യൻസിന് നമുക്കുള്ള കോൺഫിഡൻസ് കൂട്ടിയെടുക്കാനും നമുക്ക് സാധിക്കാറുണ്ട്. ഈ 2 മെത്തേഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറിയിൽ പറയാനുള്ളത്. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.